തുളസി ശ്രീ മഹാലക്ഷ്മി വിദ്യാ അവിദ്യ യശസ്വിനി ദർത്യ ധർമ്മധനാദേവി ദേവദേവമനുപ്രിയ. പാർവതീ പരമേശ്വര പുത്രനായ സ്കന്ദനെ ദേവസൈന്യാധിപതിയാക്കിയെന്ന് കേട്ടപ്പോൾ ജനമേജയ രാജാവിന് ആ കഥ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞു. ശിവനെ മോഹിപ്പിക്കാൻ വേണ്ടി മഹാവിഷ്ണു മോഹിനിയുടെ രൂപത്തിൽ വന്ന് ശിവന്റെ മുമ്പിൽ നിർത്താടിയില്ലോ. ശിവൻ മോഹിനിയുടെ പിന്നാലെ ഓടി. അതിൽ ശിവന് സ്ഖലനുണ്ടായി. ആ വീര്യം അഗ്നിയിൽ ചെന്ന് പതിച്ചു. എന്ത് കിട്ടിയാലും ദഹിപ്പിക്കാൻ കഴിവുള്ള അഗ്നിക്ക് ഈ വീര്യത്തിനെ ദഹിപ്പിക്കാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, അഗ്നിക്ക് കൂടുതൽ പ്രകാശവും ശക്തിയും ഉണ്ടാവാൻ തുടങ്ങി. അഗ്നി കുറച്ചു കാലം കയ്യിൽ വെച്ചു. അതിൽ നിന്ന് ഒരു ചെറിയ ഭാഗം ആണ് സ്വർണ്ണമായിട്ട് മാറിയത്. അതുകൊണ്ടാണ് അഗ്നിസ്ഫുടം ചെയ്ത സ്വർണം ഏറ്റവും തിളക്കമേറിയതായി തീർന്നത് അത്ര. ബാക്കി സഹിക്കാൻ കഴിയാണ്ട് അഗ്നി അത് വായുദേവനെ ഏൽപ്പിച്ചു. ഇത് വിശിഷ്ടമായ ഒരു ഗർഭമാണ്, സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞു. വായുദേവൻ കുറച്ചു കാലം കൊണ്ടു കിടന്നു. പറ്റണില്ല, ഭാരം കൂടിക്കൂടി വരിക. ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് അയച്ചു. വായുദേവൻ ഒരു സൂത്രം കണ്ടുപിടിച്ചു. 6 കർത്തികമാരെ പോയി കണ്ട് അവരോട് ഇത് ഒരു ദിവ്യഗർഭമാണ്, ഇത് നിങ്ങൾ സൂക്ഷിക്കണം, ഞാൻ 6 പകുത്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒരു സംശയം, കന്യകയായ ഞങ്ങൾ ഇത് സ്വീകരിച്ചാൽ എന്തെങ്കിലും സംഭവിക്കുമോ? നിങ്ങളുടെ കന്യകത്വത്തിന് നഷ്ടമൊന്നും വരില്ല, ഇത് ദിവ്യഗർഭമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 6 പേർക്കും പകർന്നു കൊടുത്ത് വായുദേവൻ മാറി. ഇവരിത് കുറച്ചു കാലം കൊണ്ടു നടന്ന് ഇവരെ കൊണ്ട് സഹിക്കാൻ പറ്റണില്ല. ഇവരെന്ത് ചെയ്തു? ഇത് ഗംഗയിൽ കൊണ്ടുപോയി കളഞ്ഞു. ഗംഗാദേവി അത് കുറച്ചു കാലം കൊണ്ടു കിടന്ന് ഗംഗാദേവിക്കും പറ്റാണ്ടായപ്പോൾ ഗംഗാദേവി ആ ഗർഭത്തിനെ ആമക്കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു. ആമക്കാട്ടിൽ വെച്ച് ആ ദിവ്യഗർഭം ഒരു അസാധാരണ ശക്തിയുള്ള, ആര് കണ്ടാലും കണ്ണെടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് സുന്ദരൻ, അതിതേജസ്വി ആയിട്ട് ഒരു പുത്രനായിട്ട് വളർന്നു. ഇത് കണ്ട കൃത്തികമാർക്ക് ഇത് ഞങ്ങളുടെ കുട്ടിയാന്ന് പറഞ്ഞ് അവർ അവകാശവാദം ഉന്നയിച്ചു. അങ്ങനെ അവരുടെ മുല കുടിച്ചാണ് പിന്നീട് ശരവണഭവൻ വളരണത്. ഈ 6 അമ്മമാരെ സന്തോഷിപ്പിക്കണ്ടേ? അപ്പോൾ എന്ത് ചെയ്തു? 6 മുഖം ഉണ്ടാക്കി. അങ്ങനെ അറുമുഖനായി. ഈ 6 മുഖം കൊണ്ട് 6 അമ്മമാരുടെ മുല കുടിച്ചാണ് വളർന്നത്. ഈ തേജസ്വിയായ കുട്ടിയുടെ ജാതക കർമ്മം ബൃഹസ്പതിയാണ് നിർവഹിച്ചത്. അത് കഴിഞ്ഞ് ഈ കുട്ടിയെ ബ്രഹ്മദേവൻ ഏറ്റെടുത്തു. ഈ കുട്ടിയിൽ വേദങ്ങളും ജ്ഞാനമൊക്കെ തന്നെത്താനെ വളർന്നിരിക്കുന്നു. നീ സാക്ഷാൽ ശിവപാർവതിമാരുടെ പുത്രനാണ്. വിവരം മനസ്സിലാക്കിയ അറുമുഖൻ അച്ഛനമ്മമാരുടെ അടുത്തേക്ക് പോയി. ശിവപാർവതിമാർ ആ കുഞ്ഞിന് സ്കന്ദൻ എന്ന് പേരിട്ടു. എന്നിട്ട് ബ്രഹ്മാവ് ദേവന്മാരെ വിളിച്ച് പറയുണ്ടായി, ഞാൻ സൃഷ്ടിച്ച ഈ ബാലൻ ആണ് ഇനി നിങ്ങളുടെ രക്ഷകനായിട്ട് വളരാൻ പോണത്. അതനുസരിച്ചിട്ട് സ്കന്ദനെ ദേവന്മാരുടെ സർവസൈന്യാധിപനായിട്ട് അഭിഷേകം ചെയ്തു. അതിനുശേഷം ത്രൈലോക്യത്തിലെ എല്ലാ ജീവജാലങ്ങളും അവരുടെ ശക്തി സ്കന്ദന് സമർപ്പിച്ചു. അങ്ങനെ ശക്തിധരനും പ്രപഞ്ചത്തിലെ അജയ്യ ശക്തിയുമായിട്ട് ബ്രഹ്മാണ്ടത്തിൻ്റെ രക്ഷിതാവായി തീർന്നു സ്കന്ദൻ. ആ സ്കന്ദൻ ആർക്കും നിഗ്രഹിക്കാൻ കഴിയാത്ത താരകൻ, ശൂരപത്മൻ തുടങ്ങിയ അസുരന്മാരെ നിഗ്രഹിച്ച് ദേവലോകം തന്നെ സംരക്ഷിക്കേണ്ടായി. അവിടുന്ന് പുറപ്പെട്ട ബലരാമൻ പിന്നീട് വാരുണതീർത്ഥം, അഗ്നിതീർത്ഥം, കൗബേരതീർത്ഥം ഇങ്ങനെയുള്ള തീർത്ഥങ്ങളിലൊക്കെ സ്നാനം ചെയ്യേണ്ടായി. അവിടുന്ന് നേരെ പോയത് ബദരാഭാചനം എന്ന് പറഞ്ഞ ഒരു തീർത്ഥത്തിലേക്കാണ്. പണ്ട് ഭരദ്വാജ മഹർഷിക്ക് അയോനിജയായിട്ട് ഒരു പുത്രി ഉണ്ടായി. അദ്ദേഹം ആ കുട്ടിക്ക് ശ്രുവാവതി എന്നാണ് പേരിട്ടത്. അവൾക്ക് യൗവനാരംഭമൊക്കെ ആയപ്പോൾ ഭരദ്വാജൻ ഹിമാലയത്തിൽ തപസ്സിന് പോയി. ഈ പെൺകുട്ടി ഒറ്റയ്ക്കായി. ആശ്രമത്തിൽ ഒറ്റയ്ക്കിരുന്ന ശ്രുവാവതി
ഇന്ദ്രനെ തൻ്റെ ഭർത്താവായി കിട്ടണമെന്ന് പറഞ്ഞിട്ട് തപസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇന്ദ്രൻ ഒരു വൃദ്ധ താപസിയുടെ വേഷത്തിൽ അവിടെ പ്രത്യക്ഷമായി. എന്നിട്ട് നിനക്ക് വിചാരിച്ച ഭർത്താവിനെ കിട്ടും, ഈ ലന്തക്കുരുക്കൾ വേവിച്ചു തിന്നൂ എന്ന് പറഞ്ഞു. ഇന്ദ്രൻ ചെയ്തിരുന്ന സൂത്രം എന്ന് വെച്ചാൽ ആ ലന്തക്കുരുകൾ യാതൊരു കാരണവശാലും അഗ്നിയിൽ വേവരുത് എന്ന് സങ്കല്പം ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രുവാവതിക്ക് ഇതറിയില്ലല്ലോ. അവൾ അഗ്നി കൂട്ടി ലന്തക്കുരുക്കളെ വേവിക്കാൻ നോക്കുക. എവിടെ വേവണു? അവൾക്ക് കിട്ടാവുന്നിടത്തോളം വിറകൊക്കെ പറക്കി കൊണ്ടുവന്ന് വേവിച്ചു നോക്കിയോ ഒന്നും വഴിയില്ലാണ്ടായി. അവസാനം തൻ്റെ 2 കാലും അങ്ങോട്ട് അഗ്നിക്ക് ഇരയാക്കാൻ തീരുമാനിച്ച് അടുപ്പിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് തള്ളി. ഈ സമയത്ത് ഇന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. ആ കന്യകെ മനുഷ്യ ശരീരം വിട്ട് സ്വർഗലോകത്തിൽ തൻ്റെ പത്നിയായിട്ട് വാഴുകയുണ്ടായി. ആ സ്ഥലത്തിലെ തീർത്ഥത്തിൻ്റെ പേരാണ് ബദരവാചന തീർത്ഥം എന്നുള്ളത്. ബലരാമൻ അവിടെ ഭക്തിപൂർവം സ്നാനം ചെയ്തു. പിന്നീട് ഇന്ദ്രൻ 6 യാഗങ്ങൾ നടത്തിയ തീർത്ഥങ്ങളുണ്ട്. അതാണ് ഇന്ദ്രതീർത്ഥങ്ങൾ. പിന്നെ ഭാർഗവരാമൻ അശ്വമേധയാഗം നടത്തിയ രാമതീർത്ഥം, വരുണൻ രാജസൂയം നടത്തിയ യമുനാതീർത്ഥം, ആദിത്യൻ ജ്യോതിസുകളുടെ ആധിപത്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു യാഗം നടത്തേണ്ടായി. ആ തീർത്ഥത്തിൻ്റെ പേരാണ് ആദിത്യ തീർത്ഥം. ഈ സ്ഥലങ്ങളിലൊക്കെ ബലരാമൻ സ്നാനം ചെയ്യേണ്ടായി. ഒരു കാലത്ത് അസിത മഹർഷിയും ദേവലനും ഒരു ആശ്രമം കെട്ടി കഠിനമായ തപസ് ചെയ്യേണ്ടായി. ഈ സമയത്ത് പരമസിദ്ധനായ ജൈഗീഷഖ്യ മഹർഷി അവിടെ വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ സിദ്ധി വൈഭവം കണ്ടിട്ട് അസിതനും ദേവലനും വലിയ ആശ്ചര്യമുണ്ടായി. അദ്ദേഹത്തിന് സർവ്വലോകങ്ങളിലും അനായാസം സഞ്ചരിക്കാൻ കഴിയും. മാത്രമോ നമ്മൾ നോക്കുന്നിടത്തൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അസാധ്യ സിദ്ധി തന്നെ അത്. ഒരേ ആൾ പല സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടുക. അദ്ദേഹത്തിൻ്റെ ഈ സിദ്ധി വൈഭവം കണ്ടിട്ട് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരായിട്ട് അസിതനും ദേവലനും സന്യാസം സ്വീകരിക്കുകയുണ്ടായി. അസിതനും ദേവലനും തപസ്സിരുന്ന ആ പുണ്യാശ്രമത്തിന് അസിത തീർത്ഥമെന്നും ജൈഗിഷ്യഖ്യ തീർത്ഥം എന്നും പേരുണ്ട്. അവിടെയും ബലരാമൻ സ്നാനം ചെയ്യുകയുണ്ടായി. അതിനുശേഷം സാരസ്വത മുനി തപസ് ചെയ്ത ചന്ദ്രതീർത്ഥത്തിലേക്കാണ് ബലരാമൻ പോയത്. ദിതീജ മഹർഷി ഒരിക്കൽ കഠിനമായ തപസ്സിൽ ഏർപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിനെ തപസ്സിൽ നിന്ന് പിന്മാറ്റാൻ വേണ്ടിയിട്ട് ദേവേന്ദ്രൻ അലുംബസ എന്ന് പറഞ്ഞിട്ട് ഒരു അപ്സര സ്ത്രീയെ നിയോഗിക്കുകയുണ്ടായി. ദിതീജ മഹർഷി നദിയിൽ അർഘ്യം കൊടുക്കുന്ന സമയത്ത് അതിസുന്ദരിയായ ഈ അലംബുസ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. രൂപയൗവനയായ ആ സുന്ദരിയെ കണ്ടപ്പോൾ ദിതീജ മഹർഷിയുടെ മനസ്സിൽ ചാഞ്ചല്യം അനുഭവപ്പെട്ടു. അദ്ദേഹം വികാരപരവശനായി. നിയന്ത്രിക്കാൻ കഴിയാത്ത വികാര ആവേശത്തിൽ അദ്ദേഹത്തിൻ്റെ വീര്യം സരസ്വതി നദിയിൽ പതിക്കുകയുണ്ടായി. സരസ്വതി നദി ആ ദിവ്യമായ ഗർഭത്തെ ധരിച്ച് തക്കതായ സമയത്ത് പ്രസവിക്കുകയും ചെയ്തു. സരസ്വതി ദേവി പ്രസവിച്ച ആ ആൺകുഞ്ഞാണ് പിന്നീട് സാരസ്വത മഹർഷി എന്നുള്ള പേരിൽ പ്രസിദ്ധനായി തീർന്നത്. അച്ഛനമ്മമാരുടെ അനുഗ്രഹം ധാരാളം സിദ്ധിച്ചിട്ടുള്ള സാരസ്വത മഹർഷി സ്വയമേവ ധാരാളം സിദ്ധികളുള്ള ആളായിട്ട് മാറി. അദ്ദേഹത്തിൻ്റെ തപോവനത്തിലുള്ള തീർത്ഥത്തിൽ ബലരാമൻ സ്നാനം ചെയ്തു. അവിടുന്ന് നേരെ പോയത് വൃദ്ധകന്യാ തീർത്ഥത്തിലേക്കാണ്. ആ കഥ നമ്മൾ അടുത്ത കഥയായിട്ട് പറഞ്ഞു തുടങ്ങാം. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.